നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ഉള്ളത് ഇന്ന് ജസ്ലിനാണ്. ജസ്ലിൻ ന്യൂസിലാൻഡിലെ ഒരു ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരു ലൈസൻസ് ഇമിഗ്രേഷൻ അഡ്വൈസറിനെ കാണുമ്പോൾ ചോദിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. അതെല്ലാം നമുക്ക് ജസ്ലിനോട് ഇന്ന് ചോദിക്കാം. വർക്ക് വിസ റിലേറ്റഡ്, പിന്നെ വിസിറ്റർ വിസ റിലേറ്റഡ്, പിന്നെ പറയുവാണെങ്കിൽ എംപ്ലോയർ അസിസ്റ്റഡ് വർക്ക് വിസ അങ്ങനെ ഉണ്ടല്ലോ, പിന്നെ പാരന്റ് കാറ്റഗറി റെസിഡൻസ് വിസ, ഇതെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ എൻ്റെ നമ്മുടെ വീഡിയോയിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇമിഗ്രേഷൻ അഡ്വൈസർക്ക് ആധികാരികമായി ഇങ്ങനത്തെ കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഒരു എക്സ്പേർട്ട് അഡ്വൈസ് നമ്മളിന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ജസ്ലിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും ഞാൻ വെച്ചേക്കാം. ജസ്ലിനെ ന്യൂസിലാൻഡ് വോയേജറിൻ്റെ വീഡിയോയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. താങ്ക് യു. ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ എനിക്കൊരു അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് LIA? ഒരു കൺസ്യൂമറിന് LIA അപ്രോച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് ആദ്യം തന്നെ ഒന്ന് പറയാമോ? ഓക്കെ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഈ LIA എന്നുള്ളത്. എന്താണ് LIA എന്നുള്ളത് ഒരു പക്ഷെ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. LIA എന്ന് പറഞ്ഞാൽ ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസർ. നമുക്കറിയാം, ഒരു ലൈസൻസ്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു പ്രോസസ്സ് ഉണ്ട് അതിന് പിന്നിൽ. എല്ലാവർക്കും ലൈസൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്വാളിഫിക്കേഷനോ അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേക പ്രോഗ്രാമോ ചെയ്താൽ, അല്ലാന്നുണ്ടെങ്കിൽ ആ ലൈസൻസിങ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്ത ഒരാൾക്ക് ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസർ എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് പല പ്രൊഫഷനിലും ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസർ. ഇത് ഇമിഗ്രേഷൻ ന്യൂസിലൻഡിന്റെ കൺസെപ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺഓത്തറൈസ്ഡ് അഡ്വൈസ് കൊടുക്കാനായിട്ട് പാടില്ല. നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിലോ പബ്ലിക് ഡൊമൈനിലോ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. അതേസമയം ഇമിഗ്രേഷൻ അഡ്വൈസ് അതായത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടാണ് ഒരു ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറെ ലൈസൻസ്ഡ് ആയിട്ട് ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു IAA എന്ന് പറഞ്ഞ ഒരു അതോറിറ്റിയുടെ കീഴിലാണ് ഞങ്ങൾ വരുന്നത്. ഇതിന് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ന്യൂസിലൻഡ് ഇമിഗ്രേഷൻ അഡ്വൈസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്യണം. അതിന് ഏകദേശം 8 പേപ്പേഴ്സ് ചെയ്താലാണ് അതിന് ആ ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ റിക്വയർമെന്റിൽ പറയുന്ന കാര്യങ്ങൾ വിവിധ തരങ്ങളായിട്ടുള്ള രീതിയിൽ അതിന് 8 പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻസ്, ടെമ്പററി വിസ, മറ്റു ടൈപ്പ് വിസ, അല്ലാന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ്, അങ്ങനെ പലവിധമായിട്ടുള്ള കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിനെ അല്ലെങ്കിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ആളുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം, അവർക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ച് അവരുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രക്ചേർഡ് ഇൻഫർമേഷൻ ആണ്. അതുകൂടാതെ ഇതിന് കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ CPD ഉണ്ട്. റെഗുലർ ആയിട്ട് എല്ലാ വർഷവും ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് നമ്മൾ ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ് അതോറിറ്റിക്ക് കൊടുക്കണം. അപ്പോഴാണ് ഈ ക്വാളിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമ്മൾ പൊതുവിൽ കണ്ടിട്ടുണ്ടാവും, ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സമയത്ത് വാട്സപ്പ് ഗ്രൂപ്പ്സും അതുപോലെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ WeChat അങ്ങനെ പല മേഖലകളിൽ, ടെലഗ്രാം, അങ്ങനെ പല ഓപ്ഷൻസ് ഉപയോഗിച്ച് ഇതിൽ അഡ്വൈസ് കൊടുക്കുന്നവരും സ്വീകരിക്കുന്നവരും ഉണ്ട്. അതിനോട് ഞാൻ എതിരല്ല. എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രശ്നം, അതിലുള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയും അതിന് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് വന്നാൽ നമുക്ക് ആരോടും പോയി ചോദിക്കാനോ പറയാനോ നിവൃത്തിയില്ല. നമ്മൾ തന്നെ സഹിക്കാന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ. അതേസമയം ഒരു LIA നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് എപ്പോഴും ഒരു സ്ട്രക്ചേർഡ് ഉണ്ടാവും. അതായത് സ്റ്റാർട്ടിങ് തന്നെ ഒരു കോൺട്രാക്ട് വെച്ചിട്ടായിരിക്കും. അതിൽ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക, എന്തൊക്കെയാണ് നിങ്ങളുടെ ഒബ്ലിഗേഷൻസ്, എന്താണ് ഒരു LIAയുടെ ഒബ്ലിഗേഷൻസ്, എന്തായിരിക്കും ഇതിന്റെ ഫീ സ്ട്രക്ചർ, എപ്പോഴാണ് ഫീ കളക്ട് ചെയ്യുക, എപ്പോഴാണ് നിങ്ങൾ പേയ്മെന്റ് തരേണ്ടത്, ആ പേയ്മെന്റ് ആർക്ക് പോകുന്നു, അങ്ങനെ എല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും അല്ലേ? വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും, ഡീറ്റെയിൽഡ് ആയിരിക്കും. കാര്യം അതില്ലാതെ ഒരു ഇമിഗ്രേഷൻ അഡ്വൈസ് കൊടുക്കാനായിട്ട് ഞങ്ങളെ അനുവദിക്കുന്നില്ല ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ് അതോറിറ്റി. അതായത് എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ് അതോറിറ്റി ആദ്യം ചോദിക്കുക നിങ്ങളുടെ കോൺട്രാക്ട് എവിടെയാന്നുള്ളതാണ്. ആ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു LIAക്ക്, ഇപ്പൊ പലപ്പോഴും എനിക്ക് കോള് വരും, ഇതൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ, ഇത് പറഞ്ഞുതരാം, അങ്ങനെ റാൻഡം ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഡൊമൈനിലായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. അതേസമയം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ അഡ്വൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ് അതോറിറ്റി പറയുന്നത് അതിനൊരു കോൺട്രാക്ട് വേണമെന്നാണ്. ആ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ടാവും എന്താണ് നിങ്ങൾ തമ്മിലുള്ള എന്താണ് അതിന്റെ അഗ്രിമെന്റ് ടേംസ് എന്താണെന്നുള്ളത് പറയും. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ എനിക്ക് പറ്റില്ല. അത്
കൺസ്യൂമർക്കും അല്ലെങ്കിൽ മറ്റു മറുഭാഗത്ത് നിൽക്കുന്ന ആൾക്കും അത് പറയാൻ പറ്റില്ല. പറയാൻ ഇന്ന കാര്യം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു തന്നില്ല, അല്ലെങ്കിൽ ഇത്ര ഫീ ആണ് പറഞ്ഞു, കൂടുതൽ ചാർജ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് എവിഡൻസ് ഉണ്ടാവും. അപ്പൊ എല്ലാം എവിഡൻസ് ബേസ്ഡ് ആണ്. മറ്റേതിന് എവിഡൻസ് ഇല്ല. ഇങ്ങനെ ഒരാൾ പറഞ്ഞു, XYZ പറഞ്ഞു, ആൾക്ക് ചെയ്തപ്പോൾ വിസ കിട്ടി, അതിന്റെ ബേസിസിൽ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയില്ല, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ അയാൾക്ക് കിട്ടിയല്ലോ, അതെ, എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാൻ, ഞാനും അയാളും സെയിം പ്രൊഫൈലാണല്ലോ. പുറമേ നോക്കുമ്പോൾ പലപ്പോഴും സെയിം പ്രൊഫൈലായിട്ട് തോന്നും. ഞാനൊരു അപ്ലിക്കന്റ്, അയാളൊരു അപ്ലിക്കന്റ്, അപ്ലൈ ചെയ്തു, മറ്റാൾക്ക് കിട്ടി, മറ്റാൾക്ക് കിട്ടിയില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഇതൊക്കെ പഠിക്കുകയും സ്ട്രക്ചേർഡ് ആണ്, അതൊന്ന് പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്കും ഇതിന്റെ ഉള്ളിൽ തന്നെ പലവിധമായിട്ടുള്ള എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസിന് ഒരു പരിധിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ്. പക്ഷെ ഇതേപോലെ തന്നെ എന്നെ പോലെയുള്ള പല അഡ്വൈസേഴ്സ് ഉണ്ടാവും, അവർ തമ്മിലൊരു കൂട്ടായ്മയുണ്ട്. അതിൽ ഞങ്ങൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യും. അപ്പോൾ എനിക്കുണ്ടാവുന്ന അതേ എക്സ്പീരിയൻസ് ആയിരിക്കില്ല വേറെ ആൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം, അതിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതൊരു ഞങ്ങളിത് പലരും ചേർന്ന് പഠിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കുള്ള ഇതിലെ എക്സ്പീരിയൻസ് ഒരുപാട് കൂടുതലാണ്. അതായത് നിങ്ങൾ അപ്ഡേറ്റഡ് ആണ്, ഡേ ബൈ ഡേ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ശരി, അത് കിട്ടും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എപ്പോഴും ഒരാളെ അപ്രോച്ച് ചെയ്യാന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ചില ഒരു കോൺട്രാക്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആളുടെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങൾ പറയാൻ പറ്റും, അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ഇന്ന ഡോക്യുമെന്റ് എനിക്ക് കിട്ടുന്നില്ല, ഇതിന് പകരം വേറെ ഏത് ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ അറിവിൽ നിന്ന് ഇല്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വൈഡർ കമ്മ്യൂണിറ്റിയുടെ അടുത്ത് ചോദിച്ച് വൈഡർ ഗ്രൂപ്പിനോട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്ലിക്കന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്കം ആണ് നമ്മൾ നോക്കുക. ആ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ അടുത്ത് വരുന്ന പലരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്ക് വിസ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതിന്റെ കോഡ് ഓഫ് കണ്ടക്ടിന്റെ ഭാഗമാണ്. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരു വിസ അപ്ലിക്കന്റ് വന്ന് അല്ലെങ്കിൽ ഒരു അഡ്വൈസിന് വേണ്ടി വന്നു, അഡ്വൈസ് നോക്കുന്ന സമയത്ത് ഇതൊരു ഫ്യൂട്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം അവരുടെ അടുത്ത് നേരിട്ട് പറയണം എന്നാണ് ഞങ്ങളുടെ അടുത്ത് കോഡ് ഓഫ് കണ്ടക്ട് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയില്ല ആളെന്ന് ഞാൻ പൈസ വാങ്ങിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അയ്യോ കിട്ടിയില്ല എന്ന് പറഞ്ഞേക്കാൾ നല്ലത് ആദ്യമേ തന്നെ പറയുകയാണ് ഇതിന് സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ, എന്നിട്ടും കൺസ്യൂമറിന് അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യുന്ന ആൾക്ക് മുന്നോട്ട് പോകാനാണെങ്കിൽ മുന്നോട്ട് പോവാം. പക്ഷെ നമ്മളത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സാധാരണഗതിയിൽ നമ്മുടെ ഒരു വിസിറ്റർ വിസ ഗ്രാൻഡ് ചെയ്യാൻ നേരത്ത് കോമൺ ആയിട്ടുള്ളൊരു വേർഡിങ് ഞാൻ കണ്ടേക്കുന്നത് ഞാനൊന്ന് ഷെയർ ചെയ്യാം. അതായത് യുവർ വിസ എക്സ്പയർസ് 6 months ആഫ്റ്റർ ഈച്ച് അറൈവൽസ്. ഇവിടെ ശ്രദ്ധിക്കാൻ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിസ എക്സ്പയർസ് 6 months ആഫ്റ്റർ ഈച്ച് അറൈവൽ. അതായത് വിസ ഇപ്പം ഇന്ന് ഗ്രാൻഡ് ചെയ്തു, എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയർ ഇതേ സമയം. അപ്പോൾ ഒരു വ്യക്തി ന്യൂസിലാൻഡിലേക്ക് നാളെ കയറി വരികയാണ്. അപ്പോൾ 6 months ഇവിടെ നിൽക്കുന്നു, അതിനുശേഷം ഒന്ന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 6 months നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം ആ വിസയിൽ പറയുന്നത് ഒരു സാധാരണക്കാരനായ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഒരു അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതിലെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡിങ്സ് നമുക്ക് മുഴുവനായിട്ട് അത് അത്ര ക്ലാരിറ്റി ഇല്ല ആ വേർഡിങ്സിന്. അത് നമ്മൾ ഓൾറെഡി ഇമിഗ്രേഷനായിട്ട് അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വൈഡർ കമ്മ്യൂണിറ്റി ആയിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇത് വരുന്നവർക്ക് അതൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അതൊരു ഇപ്പോൾ റീസെന്റ് അത് കുറെയൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. സാധാരണ വിസിറ്റർ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് വിസിറ്റർ കാറ്റഗറി ആണ് ഉള്ളത്. ഒന്ന് ജനറൽ വിസിറ്റർ, പിന്നെ സ്പെഷ്യൽ വിസിറ്റർ വിസ കാറ്റഗറീസ് എന്ന് പറയുന്നത്. അതെ, ഞാനിപ്പോ ജനറലിന്റെ കാര്യമാണ് പറഞ്ഞത്. സാധാരണ ഒരു അപ്പോൾ ജനറൽ വിസിറ്റർ വിസ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് മാക്സിമം ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് അതും ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഭാഗമാണ്. അതൊരു സ്ട്രക്ചേർഡ് ഇൻഫർമേഷന്റെ ഭാഗമായിട്ടേ നമുക്ക് ഇത് കിട്ടുള്ളൂ. പുറമെയുള്ള ആൾക്കാർ പറയും ആൾക്കാർ ഇത് വേർഡിങ്സ് ഇതാണല്ലോ, നമുക്ക് പോയിട്ട് തിരിച്ചു വരാമെന്ന് പറയും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബോർഡറിൽ മിക്കവാറും കേസിൽ അവർ എൻട്രി അനുവദിക്കില്ല. അപ്പോൾ ഇതിൽ യൂഷ്വലി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിസിറ്റർ വിസ ജനറൽ വിസിറ്റർ വിസ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുക്കുക 12 monthsനാണ് ഓവറോൾ, നേരത്തെ പറഞ്ഞ പോലെ ഓവറോൾ വാലിഡിറ്റി. അതായത് ഇന്ന് നമ്മൾ കൊടുത്താൽ ഇനി 12 മാസത്തേക്കാണ് ഉണ്ടാവുക. പക്ഷെ അതിൻ്റെ ഉള്ളത് മാക്സിമം ഡ്യൂറേഷൻ ആണ് ഈ 6 months എന്ന് പറയുന്നത്. ശരി, അതിനുശേഷം നമ്മൾ തിരിച്ച് എൻട്രി ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ബോർഡർ ഒഫീഷ്യൽസിന്റെ അനുവാദം പോലെ ഇരിക്കും. അതിനുശേഷം ഇനി അഥവാ നമ്മൾ ഈ വിത്തിൻ 6 monthsന്റെ ഉള്ളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എൻട്രി നമുക്ക് അനുവദിക്കും. പക്ഷെ വിത്തിൻ എത്രയാണോ അതിന്റെ
ഡിഫറൻസ് വരുന്ന ടൈം ഫ്രെയിം അത് കഴിയുമ്പോൾ വിസ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകും. നമ്മൾ അൺലോഫുൾ ആവും കൺട്രിയിൽ. അത് പലരും അറിയില്ല. ഞാനും അങ്ങനെ ഒരു കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പോയി തിരിച്ചു വന്നു. ആ സമയത്ത് ബോർഡറിൽ നിന്ന് എൻട്രി കൊടുത്തു. പക്ഷെ വിത്തിൻ 1 മന്ത് കഴിഞ്ഞപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അൺലോഫുൾ ആയി. അത് അവർ അറിയുന്നില്ല. അതിനുശേഷം വേറൊരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്താണ് അവർ അറിഞ്ഞത് അവർ അൺലോഫുൾ ആണെന്നുള്ളത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 months ആണ് ഓവറോൾ ടൈം ഫ്രെയിം. അത് വീണ്ടും തിരിച്ചു വരാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അത് വേർഡിങ്സിൽ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അതിൽ സാധാരണഗതിയിൽ പറയുന്നത് 9 out of 18 എന്നാണ് ആ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് മാക്സിമം 9 മാസം നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ ജനറൽ വിസിറ്റർ വിസ കാറ്റഗറിയിൽ നിൽക്കാം ഔട്ട് ഓഫ് 18 months. അതാണ് ആ റൂള്. ഇൻസ്ട്രക്ഷൻസ്, ഇമിഗ്രേഷൻ ഇൻസ്ട്രക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം, അതായത് ഇപ്പോൾ 6 മാസത്തെ വിസയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺഷോർ നിൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 മാസത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലാതെ ആ വിസയിൽ തന്നെ നമുക്ക് വേറൊരു വിസ എക്സ്റ്റൻഷന് വേണ്ടി ചോദിക്കാം. ഇമിഗ്രേഷൻ അവർക്ക് അത് കാര്യം ജെന്യൂൻ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു അഡീഷണൽ 3 മാസം കൂടി തരും. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ 9 months കിട്ടും. ആ 9 months ഔട്ട് ഓഫ് 18 months. പിന്നെ നമ്മൾ ആ 18 months കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അടുത്ത വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ റൂൾ തന്നെയാണ്. അല്ലെങ്കിൽ ഇതിന്റെ പോലെ വേറൊരു റൂളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്പെഷ്യൽ കാറ്റഗറി. അതായത് നമുക്ക് ഇവിടെ റെസിഡൻസ് ഉള്ളവരൊക്കെ പാരന്റ് ഗ്രാൻഡ് പാരന്റ് കാറ്റഗറി എന്ന് പറഞ്ഞൊരു വിസിറ്റർ വിസ കാറ്റഗറി. അതിന് നമുക്ക് 18 months നിൽക്കാം. ടോട്ടൽ 18 months ടോട്ടൽ ഉണ്ട് ഔട്ട് ഓഫ് 36 months. അങ്ങനെയാണ്. പക്ഷെ അതിൽ 3 വർഷത്തിൽ 18 മാസം. പക്ഷെ അതിൽ 6 മാസം നിന്നു നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് എൻട്രി ചെയ്യാം. പിന്നെ വീണ്ടും പോയിട്ട് ചെയ്യാം. അങ്ങനെ 3 പ്രാവശ്യം വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിന് ശേഷം നമുക്കൊരു 3 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഏത് വിസക്കായാലും ഈ വിസിറ്റർ വിസ കാറ്റഗറി. ഇതിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും പലരും സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ ഇതൊരു വിസ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റർ ഉണ്ട്, വർക്ക് വിസ ഉണ്ട്, റെസിഡൻസ് വിസ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളൊരു സാധാരണ വിചാരിക്കും ഈ LIക്ക് എന്തിനാ LI എന്തിനാ ഇത്ര ചാർജ് ചെയ്യണേന്നൊക്കെ പലർക്കും ചോദ്യം ഒരു പക്ഷെ തോന്നാം. ഒന്നും ഇല്ലല്ലോ, എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ. അങ്ങനെയല്ല, ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു കാര്യത്തിൽ തന്നെ പല ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് സ്ട്രക്ചർഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് മാത്രമേ ഇതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വിസിറ്ററിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്, അതിൻ്റെ ഉള്ള റൂൾസും വ്യത്യാസമാണ്. പക്ഷേ ഈ ജനറൽ വിസ കാറ്റഗറിയിൽ 18 മാസത്തിൽ നമുക്ക് മാക്സിമം നിൽക്കാവുന്നത് 9 മാസമാണ് അല്ലേ? അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. ഇപ്പം ഒരാളിപ്പോൾ വിസിറ്റർ വിസയിൽ ഇവിടെ നിൽക്കുവാണ്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഗ്രാൻഡ് പാരന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അതെനിക്ക് അതിൽ നമ്മൾ ഓഫ് ഷോർ ആയിരിക്കുന്ന സമയത്തെ നമുക്ക് ഗ്രാൻഡ് പാരന്റ് കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പുറത്തു നിന്നിട്ട്. അതായത് ഞാൻ പറഞ്ഞു ഓൺഷോർ വെച്ചാൽ ഇത് രണ്ട് കാറ്റഗറിയാണ്. ശരി. നമ്മുടെ ന്യൂസിലാൻഡിൽ ഇപ്പോൾ ഒരുപാട് മലയാളികളുണ്ട്. നമുക്കെല്ലാം നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സിനെ കൊണ്ടുവരിക, ഇവിടെ നിർത്തുക എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം പാരന്റ് കാറ്റഗറി റെസിഡൻസ് വിസ എന്നാണെന്ന് തോന്നുന്നു അതിന് പറയണേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് ഒന്ന് പറയാമോ? ഇപ്പം എൻ്റെ പേഴ്സണൽ സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്പോൺസറിൻ്റെ ഇൻകം എത്രയാകണം, അങ്ങനെ അതിൻ്റെ പറ്റി ഒന്ന് പറയാമോ? ഇപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ അടുത്തായിട്ട് 2021 റെസിഡൻറ്റ് വിസ വന്നതിന് ശേഷം ന്യൂസിലൻഡിലുള്ള ഒരുപാട് പേര് റെസിഡൻറ്റ് വിസ എലിജിബിലിറ്റി ഉള്ളവരുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് പാരൻസിനെ കൊണ്ടുവരണം. അത് ആദ്യം സാധാരണഗതിയിൽ വിസിറ്റർ വിസയിലായിരിക്കും, അതിനുശേഷം റെസിഡൻസിലേക്ക് മൂവ് ചെയ്യണമെന്നായിരിക്കും പലരും ആഗ്രഹിക്കുക. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. അതിന്റെ കാറ്റഗറിയാണ് നേരത്തെ പറഞ്ഞ പോലെ പാരന്റ് റെസിഡന്റ് കാറ്റഗറി വരുന്നത്. അതൊരു ഫാമിലി കാറ്റഗറിയുള്ള ഒരു വിഷയമാണ്. അതിൽ പല വിധമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് അല്ല, അതിന്റെ റിക്വയർമെന്റ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇൻകം ആണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട റിക്വയർമെന്റ് പറയുന്നത്. സ്പോൺസറിന്റെ അതായത് നിങ്ങളുടെ മക്കൾക്ക് അവരുടെ മാതാപിതാക്കളെ റെസിഡന്റ് ആക്കാൻ അല്ലെങ്കിൽ റെസിഡന്റ് എലിജിബിലിറ്റി ഉള്ളവർക്ക് അത് ചെയ്യാം എന്നുള്ളതാണ് ആ കാറ്റഗറിയുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹെൽത്ത് ആൻഡ് ക്യാരക്ടർ റിക്വയർമെന്റ് ആണ് ഒന്നാമത്തെ കാര്യം. 2 വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായിരിക്കുന്ന അവർക്ക്. 3ാമത്തെ പറയുന്നത് സ്പോൺസർ, അതായത് മക്കൾക്ക് ഉള്ള റിക്വയർമെന്റ്സ് ഉണ്ട്. അതായത് അവരുടെ റിലേഷൻഷിപ്പ് എവിഡൻസ് ചെയ്യാൻ പറ്റണം. അതേപോലെ അവരുടെ നേരത്തെ പറഞ്ഞ പോലെ മിനിമം ഇൻകം ചെയ്യാൻ പറ്റണം. അതുപോലെ അവർ സ്പോൺസർ ചെയ്യാൻ എലിജിബിൾ ആണോ എന്നുള്ള കാര്യം അറിയണം. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് ആൻഡ് ക്യാരക്ടർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലോ. അവരുടെ
ഏതെങ്കിലും കേസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അവരുടെ ജനറൽ അവരുടെ ആരോഗ്യവും ഈ കാര്യങ്ങളിൽ നോക്കും. കാര്യം അവരിവിടെ റെസിഡന്റ് ആയിട്ട് മാറാൻ പോവാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണ്ടത് എന്തിനാ നമുക്കറിയാലോ, നമ്മളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ അത് വേണം. അതുപോലെ സ്പോൺസറിന്റെ എലിജിബിലിറ്റി ആണ് ഇതിൽ വേറൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ പറയുന്ന അപ്ലിക്കന്റ്, അതായത് ഈ ഫാദർ മദർ അല്ലെങ്കിൽ പാരന്റ് ആയിട്ടുള്ള അവരുടെ ബന്ധം നമുക്ക് എവിഡൻസ് ചെയ്യാൻ പറ്റണം, എവിഡൻസ് ആണെന്നുള്ളത് കാണിക്കാൻ പറ്റണം. അതുകൂടാണ്ട് ചെയ്യേണ്ട കാര്യമാണ് അവരുടെ മിനിമം ഇൻകം. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത് എഴുതി വെച്ചത്, സ്പോൺസർഡ് ഇൻകം. അതിന് ഞാൻ എക്സാക്ട് നമ്പർ പറയുന്നില്ല, ഒരു റൗണ്ട് ഫിഗർ ആണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവർക്കൊരു മീഡിയം ഇൻകം ഉണ്ടായിരിക്കണം. മീഡിയം ഇൻകം എന്ന് പറഞ്ഞാൽ മീഡിയൻ വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേജ് അല്ല, മീഡിയൻ ഇൻകം ഇസ് $70,000 ന്യൂസിലൻഡ് പെർ ഇയറിൽ. അതാണ് അവരുടെ മീഡിയൻ വേണ്ടത്. അതാ. അപ്പൊ ഇതില് ഒരു ആൾക്ക് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതായത് രണ്ട് പാരന്റ്സിനെ ഒരാൾക്ക് ചേർന്നോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ചേർന്നും വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക് അതിന് രണ്ട് റിക്വയർമെന്റ് ആണ്. ഞാൻ ആദ്യം ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് റിക്വയർമെന്റ് എന്നുള്ളത് പറയാം. ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ ഒരു പാരന്റിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് 105,000 അവരുടെ സാലറി ഉണ്ടായിരിക്കണം, ഇൻകം ഉണ്ടായിരിക്കണം ഇൻഡിവിജ്വൽ ആയിട്ട്. രണ്ട് പാരന്റ്സിനെ കൊണ്ടുവരണമെങ്കിൽ 140K വേണം. 140K കമ്പൈൻഡ് ഇൻകം അല്ലേ? അല്ല, ഇത് ഇൻഡിവിജ്വൽ ഇൻകം ആണ് പറയുന്നത്. അതായത് രണ്ട് പാരന്റ്സിനെ ഒരാൾ ഒറ്റയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടുപേര് കൂടി സപ്പോർട്ട് ചെയ്യുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ, ഒരു പാരന്റിനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പൈൻഡ് ഇൻകം 140 വേണം. രണ്ട് പാരന്റ്സിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് 175 ആവും. 175 ആവും. അപ്പൊ ഇത് എങ്ങനെയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുന്നത് അപ്ലൈ ചെയ്ത് ഇത് സെലക്ടഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 വർഷം പിന്നിലോട്ട് നോക്കും. ആ 3 വർഷത്തിൽ 2 വർഷമെങ്കിലും ഈ പറഞ്ഞ ഇൻകം ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റണം. മിനിമം ഇൻകം ആണ്. അപ്പോൾ ഈ സിംഗിൾ ആണോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണോ സപ്പോർട്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള ഇൻകം മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് അവർ നോക്കും. അറ്റ്ലീസ്റ്റ് 2 വർഷം പുറകിലേക്ക് ഈ $1,75,000 അല്ലേ? $1,75,000 2 വർഷം. അത് അവർ IRD സ്റ്റേറ്റ്മെന്റ് സമ്മറി വെച്ചിട്ടാണ് അവർ നോക്കുക. IRD സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കുന്നത് മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ ഇതില് വേറെ 2-3 കാര്യങ്ങൾ അതിനോട് ചേർത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടില്ല. ഇതിന്റെ 2 സ്റ്റേജ് പ്രോസസ്സാണ്. ആദ്യം നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്. നമ്മൾ ഇതൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇടാണ്. അതിനൊരു ഫീ ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബാലറ്റിലേക്ക് പോവാണ്. ബാലറ്റിൽ നിന്നാണ് പിന്നെ അവർ സെലക്ട് ചെയ്യുന്നത്. ആ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ 4 പ്രാവശ്യം, അതായത് ഫെബ്രുവരി, മെയ്, ഓഗസ്റ്റ് ആൻഡ് നവംബർ, അങ്ങനെ 4 വർഷത്തിലാണ് ഇവർ ഈ ബാലറ്റിൽ നിന്ന് എടുക്കുന്നത്. 4 പ്രാവശ്യം വർഷത്തിൽ 4 പ്രാവശ്യം. അപ്പോൾ ഒരു പ്രാവശ്യം ഇതിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് 2 വർഷത്തേക്ക് വാലിഡിറ്റി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇത് സെലക്ടഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ആവും, അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസൽ ആവും. ആ കൊടുത്ത അതായത് $450 ആണ് ഇപ്പോൾ ഉള്ളത്, അത് മിസ്സാവും. നമ്മുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവർ കൊടുക്കുന്നത്. സെലക്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ഇൻവിറ്റേഷൻ ടു അപ്ലൈ തരും, ITA തരും. ITA തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഫീസ് കൊടുക്കണം. ഇപ്പോഴത്തെ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം $5,400 ആണ് രണ്ടുപേർക്കും കൂടി ചേർന്ന്. ഇനി അതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സ്റ്റേജ് പ്രോസസ് ആയതുകൊണ്ട് നമുക്ക് ഉറപ്പില്ല മറ്റോടത്തേക്ക് കയറും എന്നുള്ളത്. മുന്നോട്ട് നീങ്ങേണ്ട ആവശ്യമുള്ളൂ. അതുകൂടാതെ ഇതിനൊരു ടോട്ടൽ നമ്പർ ഓഫ് ബാലറ്റ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തിലേക്ക് 2,500 പേരെ എടുക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ പെടണം. അപ്പൊ ഈ റിക്വയർമെന്റ്സ് ഒക്കെ ഞാനിത് വളരെ സംക്ഷിപ്ത രൂപമായിട്ടാണ് പറഞ്ഞത്. ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള നമ്മൾ കാര്യങ്ങൾ ഉണ്ടാവണം, ഇൻകം ഉണ്ടാവണം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അത് നോക്കിയതിന് ശേഷം സെലക്ട് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഫുൾ ഫീ പേ ചെയ്യുന്നുള്ളൂ. ആദ്യം നമ്മൾ ഈ 400 സംതിങ് ആണ് കൊടുക്കുന്നത്. $450 ആണ് ആസ് ഓഫ് നൗ ഈ EOIന്റെ ചാർജ് വരുന്നത്. അത് നമുക്ക് ഇങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് റീ അപ്ലൈ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരുന്നു. പക്ഷെ ഇതില് എന്റെ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പാരന്റ്സിനെ കൊണ്ടുവരണം, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇൻകം ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓൾവേസ് വർത്ത് എ ട്രൈ. കാര്യം റെസിഡന്റ് ആവുകയാണ്, അവർക്ക് കൊടുത്ത ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും, അങ്ങനെയുള്ള പല കാര്യങ്ങളും അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരിക്കലും ട്രൈ ചെയ്യാതെ നമുക്ക് നടക്കില്ലെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആ കോവിഡ് പീരീഡിൽ ഇവരൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് അവരിപ്പോൾ ഒരുപാട് ക്ലിയർ ചെയ്ത് വരുന്നുണ്ട്, ബാക്ക്ലോഗ് ക്ലിയർ ചെയ്തു. പക്ഷെ എന്നിരുന്നാലും
നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് റെസിഡൻസ് കിട്ടിയതിന്റെ വെളിച്ചത്തിൽ ഇപ്പോൾ ഒരുപാട് പേര് ഇതിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ഉള്ളിൽ കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല, പക്ഷെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ട്രൈ ഔട്ട് ചെയ്യാണ് എപ്പോഴും നല്ലത്. ശരി, ഓക്കെ. അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ എന്ന് പറഞ്ഞൊരു വിസ ഉണ്ടല്ലോ. അതെ. അപ്പൊ ഏത് ജോലിക്കും ഈ ഒരു അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ ഉണ്ടോ? അതായത് ഇപ്പം ഞാനിപ്പം ഒരു ജോലി കണ്ടുപിടിക്കുകയാണ്, ഇന്ന കാറ്റഗറി ഒന്നും ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു ജോലി കണ്ടുപിടിക്കുകയാണ്, എംപ്ലോയർ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറുമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അതൊരു സ്പെസിഫിക് കാറ്റഗറി ആയിട്ടുള്ള ജോലിക്ക് മാത്രമേ അതുള്ളൂ? ഇല്ല, അങ്ങനെയല്ല. ഇതിൽ അക്രഡിറ്റഡ് എംപ്ലോയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇമിഗ്രേഷൻ ന്യൂസിലൻഡിന്റെ കണക്ക് പ്രകാരം നിങ്ങൾക്ക് പുറമേ നിന്ന് ഒരു മൈഗ്രന്റിനെ റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ അക്രഡിറ്റഡ് ആയിരിക്കണം. അക്രഡിറ്റഡ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട് വേറെ. അതിന് LIA സമീപിക്കാം. ആർക്കെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ LIA നമുക്ക് അതിന് ആ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് എംപ്ലോയറിന്റെ കാര്യം. അപ്പൊ എംപ്ലോയർ ഫസ്റ്റ് അത് തീരുമാനിക്കണം അക്രഡിറ്റഡ് ആണോ വേണ്ടെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഒരുവിധം പെട്ട എല്ലാ ന്യൂസിലൻഡ് എംപ്ലോയേഴ്സും അക്രഡിറ്റഡ് ആണ്. ആ പ്രോസസ്സ് ചെയ്യാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ അക്രഡിറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ജോലിക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ലൈസൻസ് വേണ്ടതായിട്ടുള്ള അങ്ങനെയുള്ള ചില റിക്വയർമെന്റ് ഒഴിച്ചാൽ ആ റിക്വയർമെന്റ് നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. അതിന് എംപ്ലോയറിന്റെ സപ്പോർട്ട് വേണം. എന്തായാലും എംപ്ലോയർ സപ്പോർട്ട് ചെയ്യണം. അതുകൂടാതെ ഇമിഗ്രേഷന്റെയും ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം, അല്ലെങ്കിൽ 2 years മിനിമം വർക്ക് എക്സ്പീരിയൻസ് വേണം. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ സ്കിൽഡ് റോൾ ആയിരിക്കണം. അങ്ങനെ അതിന്റെ ഉള്ളിൽ തന്നെ പല ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് മീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, അതുകൂടാതെ നിങ്ങൾ ആ ജോലിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സ്പെഷ്യൽ കാറ്റഗറിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു ചോദ്യം കൂടെ അതിനകത്ത് ഞാൻ ആഡ് ചെയ്യുവാണ്. അതായത് ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ആ കോവിഡിന്റെ സമയത്ത് നമുക്ക് ആ ഒരു കെയർ ഗിവർ വിസയ്ക്ക് വന്നവരുണ്ടല്ലോ. അപ്പം അത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം അവർക്ക് ഇപ്പോഴും ഒരു നമ്മുടെ പെർമനന്റ് PR കിട്ടാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ടോ? അതില് ഒരു കാര്യം കൂടി ഞാൻ അതിനോട് ഇപ്പൊ ചോദ്യം വന്നതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം. ഈ ന്യൂസിലൻഡ് കൺസെപ്റ്റിൽ നമ്മൾ പറയുന്ന സമയത്ത് റെസിഡൻസ് വേറെയാണ്, PR വേറെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. റെസിഡൻസ് എന്നാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. PR എന്ന് പറഞ്ഞ പെർമനന്റ് റെസിഡന്റ്. അത് റെസിഡന്റ് കിട്ടിയതിന് ശേഷം 2 വർഷത്തിന് ശേഷം കിട്ടുന്ന ഒരു കാര്യമാണ് PR എന്നുള്ളത്, പെർമനന്റ് റെസിഡന്റ്. അതായത് അതിനൊരു ട്രാവൽ കണ്ടീഷൻസ് ഉണ്ടാവും. അതാണ്. അപ്പൊ ആദ്യം റെസിഡൻസ്, പിന്നെയാണ് PR വരുന്നത്. ഇനി റെസിഡന്റ് ആവുക എന്നുള്ളത് കെയർ വർക്ക് ഫോഴ്സിലുള്ളവർക്ക് ഇപ്പോഴും പാത്വേ ഉണ്ട് റെസിഡൻസിലേക്ക് ഉള്ളത്. അത് കെയർ വർക്ക് ഫോഴ്സ് ടു റെസിഡൻസ് എന്ന് പറഞ്ഞൊരു പാത്വേ അതുണ്ട് ഇപ്പോഴും. അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള റിക്വയർമെന്റ് എന്ന് പറയുന്നത് 2 വർഷമെങ്കിലും കെയർ വർക്ക് ഫോഴ്സിൽ അവര് കെയർ ഗിവിംഗിൽ ജോലി ചെയ്തിരിക്കണം. അത് കൂടാതെ ഒരു മിനിമം വേജ് പറഞ്ഞിട്ടുണ്ട്. 28.25 വേജ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അത് ആ 2 വർഷം എന്നാണോ അവർക്ക് അത് കിട്ടുന്നത്, അവിടെ നിന്ന് 2 വർഷം ചെയ്താൽ മാത്രമേ അതിനുശേഷം അവർ റെസിഡൻസിലേക്ക് പോകുന്നുള്ളൂ. അപ്പൊ അത് സ്ട്രേറ്റ് റെസിഡന്റ്, സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റിക്വയർമെന്റ്സ്, ഈ പറഞ്ഞ റിക്വയർമെന്റ് ആണ് അത് മീറ്റ് ചെയ്യേണ്ടത്. മെയിൻ ആയിട്ട് വേജ് ആണ്. 2 വർഷം അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം അതിൽ വർക്ക് ചെയ്യുന്നു. ആ ഒരു സാലറി വേജിൽ വരും. അപ്പൊ ആ ഒരു ടൈം പീരീഡ് തൊട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോഴും ആ ഒരു സാധ്യത അതുണ്ട്. ആ ഓപ്ഷൻ ഇപ്പോഴും ഉണ്ട്. ശരി. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ്. കാരണം ഒരു $28 പൊതുവെ ആൾക്കാർക്ക് ഒരു കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കെയർ വർക്ക് ഫോഴ്സിൽ അതിൽ കുറച്ചുകൂടി കൺഫ്യൂഷൻസ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അതും എഗൈൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കാറ്റഗറിയാണ്. ഇൻഡിവിജ്വൽ കേസസിൽ മാറ്റം വരും. അത് ചിലവർക്ക് എല്ലാവർക്കും അത് എപ്പോഴും കിട്ടിക്കൊള്ളുന്നിരിക്കില്ല. ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിം കഴിഞ്ഞിട്ടാണ് അവർക്ക് കിട്ടുക. അതിനൊരു ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റ് ഉണ്ട്. ലെവൽ 4 എങ്കിലും ക്വാളിഫൈഡ്, ലെവൽ 4 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്നാലേ അവർക്ക് ആ സാധാരണഗതിയിൽ സാലറിയുടെ കാര്യമാണ് സാലറി അത് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ്, അതായത് മിക്കവാറും കാര്യങ്ങളിൽ അവർക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ ഒരു മാറ്റർ ആണ്. മീറ്റ് ചെയ്യണം. അപ്പൊ അതൊരു കേസ് ബൈ കേസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ വർക്ക് ഫോഴ്സ് ടു റെസിഡൻസ് എന്ന് പറഞ്ഞ ഒരു പാത്വേ ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. റെസിഡൻസിലേക്കുള്ള പാത്വേ ഉണ്ട്. പല ഇന്ന് പറ്റിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ വന്നുപോയിട്ടുള്ള വ്യത്യാസങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പലർക്കും റെസിഡൻസിലേക്കുള്ള പാത്വേ തന്നെ നഷ്ടപ്പെട്ട സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ അല്ല. അപ്പൊ അവിടെ ഒരു കെയർ ഫോഴ്സിന് അതൊരു പോസിറ്റീവാണ്. വളരെ നല്ല കാര്യമാണ്. ഇപ്പം ടീച്ചേഴ്സിന്റെ ഒരു നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഇപ്പോൾ ഉള്ളത്. ഗവൺമെന്റ് കുറെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ അവരിവിടെ രജിസ്ട്രേഷൻ ഒക്കെ കിട്ടിയതിന് ശേഷം ജോലിക്ക് കയറിയതിന് ശേഷം നമുക്ക് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, റെസിഡൻസ് ഉണ്ട്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതിൽ.
പ്രധാനമായിട്ടുള്ളത് നമുക്കറിയാം, ഒന്ന് നമ്മൾ വർക്ക് വിസ റൂട്ടിൽ ഇവിടെ വരുന്നവരുണ്ട്, അതിനുശേഷം റെസിഡൻസിലേക്ക് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. ശരി. ചില കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഗ്രീൻ ലിസ്റ്റ് കാറ്റഗറി ഉണ്ട്. ശരി. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്ട്രേറ്റ് ടു റെസിഡൻസ് ഉണ്ട്, പിന്നെ വർക്ക് ടു റെസിഡൻസ് ഉണ്ട്. ശരി. ടീച്ചിങ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും 4 സ്റ്റേജസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതായത് ആദ്യം ഏർലി ചൈൽഡ്ഹുഡ്, പിന്നെ പ്രൈമറി, മിഡിൽ സ്കൂൾ, പിന്നെ സെക്കൻഡറി, അങ്ങനെ 4 തരത്തിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം. അതിൽ ഏർലി ചൈൽഡ്ഹുഡ് ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാം, അതായത് പ്രൈമറി, മിഡിൽ സ്കൂൾ, അതേപോലെ സെക്കൻഡറി, ഈ പറഞ്ഞതെല്ലാം സ്ട്രേറ്റ് ടു റെസിഡൻസിലേക്ക് മീറ്റ് വരുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതിന് വേണ്ടത് രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ടീച്ചിങ് കൗൺസിലായിട്ട് രജിസ്ട്രേഷൻ എടുക്കാം. ആർക്കെങ്കിലും അതിനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് അവിടെ തൊട്ട് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനും എന്നെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് LIA വേണമെങ്കിൽ സമീപിക്കാം. ഓക്കെ, ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിനും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. അപ്പം നമുക്ക് ആ ഒരു അതും ഇതും കൂടി നമ്മുടെ വിസ പ്രോസസ്സും എല്ലാം കൂടി വേറൊരാളെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് ചെയ്യാം. മറ്റേത് വർക്ക് ടു ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ടു റെസിഡൻസ് ആണ്. 2 വർഷം നമ്മൾ ആ പെർട്ടിക്കുലർ റോളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷനിലേക്ക് അല്ലെങ്കിൽ റെസിഡൻസിലേക്ക് മൂവ് ചെയ്യാം. പറഞ്ഞാൽ ഇതൊരു രജിസ്ട്രേഷൻ വേണ്ട പ്രൊഫഷനാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷനിലേക്ക് മൂവ് ചെയ്യാന്നുള്ളതാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ശരി. അപ്പൊ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു ഹബ്ബ് തന്നെയാണ്. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് തൊട്ട് ആ വിസ വരെ നിങ്ങൾക്ക് അസിസ്റ്റൻസ് ജസ്റ്റിൽ നിന്ന് കിട്ടും കേട്ടോ. അത് നല്ലൊരു കാര്യം തന്നെ. വേറൊരാളെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല അതിനകത്ത്. സ്വന്തമായിട്ടും ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും ഇമിഗ്രേഷൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന കാര്യമാണ് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് സ്വന്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. വിസയ്ക്ക് വേണമെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരു LIA സർവീസസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഒബ്വിയസ്ലി അതിനൊരു കോസ്റ്റും ഉണ്ട്. അത് ബെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ LIA വഴി പോകാം. അപ്പോൾ ജസ്ലിൻ, താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തതിന് പേഴ്സണലായിട്ട് താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷമുണ്ട്, കാരണം എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യൂവേഴ്സിൻ്റെ മനസ്സിലൊരു സംശയമായിട്ട് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ നിങ്ങൾ കാണുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സർവീസ് വേണമെങ്കിലും തീർച്ചയായിട്ടും അവർ കോൺടാക്ട് ചെയ്യാം. അതിനാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വെച്ചേക്കാം. താങ്ക് യു വെരി മച്ച്. ഇങ്ങനൊരു ചാനലിൽ വരാൻ ഇൻവൈറ്റ് ചെയ്തതിൽ വളരെ സന്തോഷം. ഞാൻ പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള കാറ്റഗറിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അൺഓത്തറൈസ്ഡ് അൺസ്ട്രക്ചേർഡ് ഇമിഗ്രേഷൻ അഡ്വൈസ് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, LIA ആയിട്ട് ഒരുപാട് പേരുണ്ട്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ അഡ്വൈസ് എടുക്കാൻ സ്വീകരിക്കുക. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ പറയുന്നത് വിചാരിച്ചത്, അതായത് പലപ്പോഴും ഒരു ഇമിഗ്രേഷൻ അഡ്വൈസറിന്റെ കൺസൾട്ടിങ്ങിന് ചോദിക്കുമ്പോൾ പലർക്കും അതിനോട് എതിരഭിപ്രായമാണ്. അതിലുണ്ടാവുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു കോസ്റ്റ് ഉണ്ടെന്നാണ് അതിലൊരു പ്രധാനപ്പെട്ട നെഗറ്റീവായിട്ട് അവർ പറയുന്നത്. പക്ഷെ അതിനുശേഷം നിങ്ങളുടെ പ്രോസസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലോ കോംപ്ലിക്കേറ്റഡ് ആയതിനു ശേഷം നമ്മളൊരു LIA അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാവില്ല. വീണ്ടും അതാ ഒരു കേസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഒരു ബ്ലാക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മുകളിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആലോചിക്കുക. നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഇഷ്ടംപോലെ അഡ്വൈസ് എല്ലാം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. ബട്ട് അതർവൈസ് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴും കൺസൾട്ട് ചെയ്യാണ്. ഞാനോ അത് ആരെങ്കിലും ആയിക്കോട്ടെ, അത് ചെയ്യാണ് എപ്പോഴും നല്ലത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ ചോദിച്ചാൽ മതി. നമുക്ക് അതിനുശേഷം വേറെ സെഷൻസോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഐ എം ഓപ്പൺ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.